ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ടെറസ് തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ കൃഷി എന്താണോ അത് ചെയ്തിട്ട് അവസാനമാണ് നമ്മൾ വിളവെടുക്കാറ് പതിവ്. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം തന്നെ വിളവെടുക്കാം. പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കൂടെ വിളവെടുപ്പ് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തുകൂടെ എന്നൊക്കെ. കുറച്ച് നാളുകളായിട്ട് സ്ഥിരമായിട്ട് മഴ പെയ്യുക. അങ്ങനെ അടുപ്പിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ പച്ചക്കറി ചെടികളുടെ ഇലകളെല്ലാം അഴുകിപ്പോവുകയും ചെടിയുടെ ചുവട് അഴുകിപ്പോവുകയും അങ്ങനെ ഒത്തിരി നാശനഷ്ടങ്ങൾ നമുക്ക് പച്ചക്കറികൾക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ വിളവും കുറയുകയും ചെയ്യും. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് നിൽക്കുന്നവരെയാണ് നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ നമ്മുടെ തോട്ടത്തിൽ വിളവെടുക്കാനുണ്ടെന്ന് നോക്കാം. എന്നിട്ട് നമുക്കൊരു ചെറിയ വിളവെടുപ്പ് ആദ്യം നടത്താം, എന്നിട്ട് കൃഷി ചെയ്യാം. ആദ്യം തന്നെ നമുക്കിതേ ഈ കറിവേപ്പിൻ്റെ ഒരില ഒടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഒടിച്ചെടുത്തിടത്തെല്ലാം നന്നായിട്ട് ഇലകൾ കിളുത്ത് വരുന്നത് കണ്ടോ? നല്ല ഇനം കറിവേപ്പാണിതേ. ചെറിയ ഇലകളാണ്, അപ്പം നല്ല മണമുള്ള ഇലകളാണ്. അപ്പം നമ്മൾ ഇതുപോലെ മുറിച്ചുകൊണ്ട് പോകുന്ന കറിവേപ്പിനെ നമ്മൾ ഇലകൾ ഊർത്തി വെക്കുക ചെയ്യുന്നത്. അപ്പം ദേ ഇതുപോലെ വളഞ്ഞു പോയത് കൊണ്ട് ഞാൻ ദേ ഇവിടെ വെച്ചിട്ട് തന്നെ മുറിച്ചെടുക്കുവാണേ. അപ്പം നമുക്ക് ഇത്രയും കറിവേപ്പില ആദ്യമേ തന്നെ നമ്മൾ വിളവെടുത്തു. ഇനി നമുക്ക് ബാക്കിയെടുക്കാം. ഇനി നമുക്ക് ദേ ഈ വെണ്ടയ്ക്ക വിളവെടുത്തേക്കാവേ. വെണ്ട അങ്ങ് കണ്ടമാനം പൊങ്ങിപ്പോയി. അങ്ങനെ പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിളവെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിത് ഇടയ്ക്ക് മുറിച്ച് കളയുവേ. അപ്പോൾ ഇതിനിത് നല്ലോണം ശിഖരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ മണ്ടയിലോട്ടുള്ളത് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ശിഖരത്തേൽ കായ്ച്ചു തുടങ്ങിക്കോളും. അപ്പോൾ അത് ഇവിടം വരെയുള്ളതങ്ങ് എടുക്കുവാണേ. അപ്പോൾ 3 വെണ്ടയ്ക്കാണ് ഇതിൽ നിന്ന് കിട്ടിയത്. അതിപ്പോൾ 3 പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല വലിയ വെണ്ടയ്ക്ക ആയതുകൊണ്ട് മറ്റ് വെണ്ടകളുടെ 2 എണ്ണത്തിൻ്റെ ഗുണം ചെയ്യും. ഇത് ഒരെണ്ണം കണ്ടോ? അപ്പോൾ അത് ഇത്രയും കിട്ടി. ഇനി ഇതിൻ്റെ കൂടെ ഒരു 2 എണ്ണം കൂടെ വിളവെടുക്കാനായതുണ്ട്. അതും കൂടെ നമുക്കങ്ങ് മുറിച്ചെടുത്തേക്കാം. അപ്പോൾ ഇത് ദേ ശരിക്കും പറഞ്ഞാൽ വിളവെടുക്കാനായതല്ല കേട്ടോ. പക്ഷേ ഞാൻ അതും കൂടെ അങ്ങ് എടുക്കുക. ഇനി നമ്മൾ എടുക്കാൻ വരുമ്പം കുറച്ച് താമസിക്കും. ഇത്രയും വെണ്ടയ്ക്ക കിട്ടി. ഇത് നമ്മുടെ പയർ ഇവിടെ കിളുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ശരിക്കും വിളവെടുക്കാനൊന്നും ആയിട്ടില്ല. പക്ഷേ അതേ 2 എണ്ണം ഉണ്ടായിട്ടുണ്ട്. ദേ ഇതിനെ കൂടെ ഞാനിങ്ങനെ മുറിച്ചെടുക്കുക. ബാക്കി അവിടെ നിന്ന് വളരട്ടെ. പൂവൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പം ഞാൻ വിളവെടുക്കുന്നത് ഈ പീച്ചിലാണേ. ഇപ്പോൾ ഇത് കുറച്ചും കൂടെയൊക്കെ വലുതാകുമായിരിക്കും. പക്ഷേ ഞാനിതങ്ങ് മുറിച്ചെടുക്കുക. കണ്ടോ, നല്ല ഒരു കായാണിത്. പിന്നെ ഇത് ഇവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് ഇവിടെ കിടക്കുന്നുണ്ടോ? ഇവരൊക്കെ വളർന്ന് വലുതാകുമ്പം നമുക്ക് ഇതും കൂടി ഇട്ടിരിക്കേണ്ട കാര്യമില്ല. അതുപോലെ ഇത് ഇവിടെ ഒരു പാവയ്ക്കുണ്ടേ. അതും കൂടെ നമുക്കിങ്ങനെ പറിച്ചെടുത്തേക്കാം. അപ്പം അതേ ഒറ്റപ്പറിക്കൽ. അപ്പോൾ നമ്മളിതേ ഇത്രയും സാധനമാണ് ഇവിടുന്ന് വിളവെടുത്തത്. ഇനി നമുക്ക് 5-6 വഴുതനങ്ങ കിടപ്പുണ്ട്. അതും കൂടെ പറിച്ചെടുക്കാം. ഇത് നമ്മുടെ മുട്ട വഴുതനയാണേ. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അത് ഒരെണ്ണം മാത്രമായിട്ട് ഉണ്ടായി കിടന്നാൽ നമ്മളിത് പറിച്ചുകൊണ്ട് പോയിട്ടൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഇത് കണ്ടോ, പഴുത്തുപോയി. ഇത് നമുക്കിനി വിത്തെടുക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് ഇവിടെ നിൽക്കുന്ന 5-6 വഴുതനയും കൂടെ വിളവെടുക്കാവേ. ഇത് കണ്ടോ? 1, ഇത് ഇവിടെ 1, 2. ഇതൊരു വെറൈറ്റി വഴുതനയാണ് കേട്ടോ. അതെല്ലാം ഡിസൈൻ കണ്ടോ? വെള്ളയും വയലറ്റും കൂടെ വരവരെയുള്ളതാണ്. പിന്നെ ഇത് മാലാഖ വഴുതനയാണേ. ഉണ്ടായിരിക്കുന്നത് എനിക്ക് ചെറുതാണ്. ഇനി മാലാഖ വഴുതന ഒത്തിരി വലുതാകുകയില്ലാത്തതാണോ എന്നെനിക്കറിയത്തില്ല. ഇത് വലിയ കുഴപ്പമില്ല. ഇതങ്ങ് ഞാൻ എടുക്കുക. എന്നാലേ ഉള്ളൂ ഇനി അടുത്തത് ഇതുപോലെ ഉണ്ടായി വരത്തുള്ളൂ. ഭയങ്കര മഴയല്ലായിരുന്നു. ആ മഴക്കാലത്ത് നമ്മൾ വളം കൊടുത്താലും ഏക്കുവില, വളം ചെടിയുടെ ചോട്ടിൽ കിടക്കത്തുമില്ല. എന്നാൽ ഇതുപോലെ ഉണ്ടല്ലോ, നമ്മൾ വിളവെടുക്കാതെ ആ ചെടിയിൽ ഇട്ടിരുന്നാലും ചെടിക്ക് വളർച്ച കുറഞ്ഞു പോകും. ഇവിടെ 2-3 പച്ചമുളക് ഉണ്ടായിട്ടുണ്ടേ. ഇത് ഞാൻ കുരുടിപ്പ് മാറ്റുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഈ പച്ചമുളകിൻ്റെ ചെടിക്കൊക്കെ കുരുടിപ്പ് വന്നു തുടങ്ങിയതാണ്. അപ്പം ഞാൻ ആ കുരുടിപ്പ് മാറ്റിയിട്ട് അതിന് ശേഷം കായുണ്ടായതാണേ. നമ്മുടെ അത്യാവശ്യത്തിനുള്ള 5-6 പച്ചമുളകൊക്കെ കിട്ടാനുള്ളതായി. അപ്പം ഇനി ഇതുപോലെ തന്നെ കുരുടിപ്പ് കണ്ടു തുടങ്ങിയാൽ അപ്പം തന്നെ ആ മരുന്ന് ചെയ്തോണം. പിന്നെ ആ ചെടി നശിച്ചു പോകുകയൊന്നുമില്ല. നമുക്ക് വീണ്ടും വീണ്ടും വിളവ് കിട്ടുകയും ചെയ്യും. ഇത്രയും മുളകാണ് വിളവെടുത്തത്. നല്ലതേ നീളത്തിലുള്ള സെറാമുളകാണേ. അപ്പോൾ നമ്മുടെ പച്ചമുളകിൻ്റെ ചെടികൾക്കൊക്കെ ഇതുപോലെ കുരുടിപ്പ് വന്ന് തുടങ്ങിയാൽ, കണ്ടമാനം കുരുടിച്ച് പോയതിന് ശേഷമാണെങ്കിൽ നമുക്കതിനെ നന്നാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം കുരുടിപ്പ് തുടങ്ങുന്ന ഉടനെയാണെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് മുളകിൻ്റെ കുരുടിപ്പ് മാറ്റിയെടുക്കാം. അപ്പം നമുക്ക് ഈ മുളക് ഇങ്ങോട്ട് ഇട്ടിട്ട് ഇവിടെ കുറച്ച് വഴുതനയുണ്ട്. ഈ വഴുതനയുടെ പ്രത്യേകത എന്നാണെന്നറിയോ? ഇത് അധികം വലുതാകത്തില്ല. അപ്പം ഞാൻ ഇതുപോലെ എടുക്കാം. പക്ഷേ ഇതിൻ്റെ കളറെന്ന് പറയുന്നത് നല്ല സൂപ്പർ കളറാണ്. ഇത്രയും വഴുതനങ്ങ കിട്ടി. ഇവിടെയൊക്കെ കിടക്കുന്ന ഇനി ഇത് കുറച്ചും കൂടെ വലുതായിക്കോട്ടെ, എന്നിട്ട് നമുക്ക് പറിക്കാം. ഇതുപോലെ കിടക്കുന്ന ഒരു തക്കാളിയാണേ. അപ്പോൾ അത് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഈ പാകത്തിന് നമുക്കങ്ങ്
പറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വെച്ചിരുന്നാൽ ഇത് വീണ്ടും പഴുത്ത് കിട്ടും. അപ്പോൾ ഇതേപോലെ ഒരെണ്ണം കൂടി ഇവിടെ വിളവെടുക്കാനുണ്ട്. ഇഷ്ടംപോലെ ഇതിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഒരെണ്ണം കൂടെ കളറ് മാറി തുടങ്ങിയതുണ്ട്. അപ്പം ഞാൻ അതും കൂടെ പറിച്ച് വെക്കുവാണേ. ഈ വെണ്ടയ്ക്ക ഒന്ന് വിളവെടുത്തേക്കാവേ. അന്ന് നമ്മൾ ഈ വെണ്ട മുറിച്ച് വിട്ടതാണ്, കണ്ടമാനം പൊക്കം കൂടുന്നു എന്ന് പറഞ്ഞേ. അപ്പം നമുക്കത് ഇതിൻ്റെ 2 വെണ്ടയ്ക്കുണ്ട്. ഇതൊക്കെ ചെറിയ വലിപ്പം വെക്കുന്ന വെണ്ടയാണ്, നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയല്ല. അപ്പോൾ അതുപോലെ നമുക്കിത് 5-6 മുളകും കൂടെ പറിച്ചുകൊണ്ട് പോകാം. പച്ചമുളകും അല്ലെങ്കിൽ ഇതുപോലുള്ള മുളകുകളൊക്കെ പറിക്കുമ്പോൾ അതിൻ്റെ ഞെടുപ്പേലൊന്ന് പിടിച്ചിട്ടാണ് നമ്മൾ പറിക്കുന്നതെങ്കിൽ ഇലകളൊന്നും നഷ്ടപ്പെടാതിരിക്കുവേ. പിന്നെ നമ്മൾ ഈ മുളക് വിളവെടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ഞെടുപ്പ് ഇതേ നിർത്തിയേക്കരുത്. ഞെടുപ്പ് അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ചെടിയുടെ വളർച്ച കുറഞ്ഞു പോകും. കുറച്ച് മുളക് ഇതിനകത്തേക്ക് പറിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മുളകൊക്കെ വിളവെടുത്താൽ ഉടനെ തന്നെ ചെടിയുടെ ചുവട്ടിൽ മണ്ണിളക്കിയിട്ട് എന്തെങ്കിലും ഒരു വളം, ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജൈവവളം ഒരു പിടി ആ ചുവട്ടിൽ ഇട്ടാൽ മണ്ണ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത പ്രാവശ്യവും വിളവെടുക്കാൻ വരുമ്പം നമുക്ക് കൈ നിറയെ മുളക് കിട്ടത്തുള്ളൂ. ഈ തക്കാളി അതുപോലെ കളറ് മാറി നിൽക്കുവാണേ. അപ്പം അതും കൂടെ ഞാൻ വിളവെടുക്കുന്നുണ്ട്. നമ്മളിത് ഇത്രയും സാധനങ്ങളാണ് വിളവെടുത്തിരിക്കുന്നത്. കുറച്ച് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്, പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്, അതുപോലെ വഴുതനങ്ങ ഉരുണ്ടതും നീണ്ടതും വെളുത്തതും വയലറ്റും അങ്ങനെ പലത് കിട്ടിയിട്ടുണ്ട്. പിന്നെ പഴുക്കാറായ ഒരു 5-6 തക്കാളി പറിച്ചിട്ടുണ്ട്, കുറച്ച് മുളക് പറിച്ചിട്ടുണ്ട്, കറിവേപ്പില പറിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ് നമ്മളിന്ന് വിളവെടുത്തിരിക്കുന്നത്. വിളവെടുപ്പ് കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ സന്തോഷമായില്ലേ? നമുക്കത് വളവും വിത്തും ഒക്കെ ആയിട്ട് പറമ്പിലോട്ട് കയറാം. ഒത്തിരി ദിവസമായിട്ട് പറമ്പിൽ കയറാൻ പറ്റാതിരിക്കുവാണേ, സ്ഥിരമായിട്ടുള്ള മഴ. അപ്പോൾ നമ്മുടെ പറമ്പിലേക്ക് ആവശ്യമായ വളം ഉണ്ടാക്കുന്ന പാത്രം ഇതേ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ശകലം കടലപ്പിണ്ണാക്ക് ഇട്ട് വെക്കാം. നമ്മൾ ഈ കടലപ്പിണ്ണാക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ദിവസം കഴിയുമ്പോൾ മുതൽ, കൂടി വന്നാൽ ഒരു 5 ദിവസം ആകുമ്പോൾ മുതൽ നമുക്ക് വളം ഒഴിക്കാം. അപ്പോൾ ആ വളം എന്ന് പറയുന്നത് നല്ലോണം നേർപ്പിച്ചിട്ട് വേണം കൊടുക്കാനേ. ഇതേ കണ്ടോ, 2 കിലോ കടലപ്പിണ്ണാക്ക് മേടിച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും നമ്മൾ നേരത്തെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഇത് ഇട്ട് വെക്കുക. അപ്പോൾ ഈ കടലപ്പിണ്ണാക്ക് കുതിർന്ന് കഴിയണം നമുക്കിതിനകത്തുനിന്ന് വളം ഉണ്ടാക്കി എടുക്കണമെങ്കിൽ. അപ്പോൾ നമുക്കിത് ഇട്ട് വെക്കാം. എത്ര നേരത്തെ ഇട്ട് വെക്കുന്നോ അത്ര നേരത്തെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് നമുക്കിടാനുള്ള വളമാണ്. 1-2 വിത്തുകൾ പറമ്പിൽ പാകാനുണ്ട്. ചിലതിനൊക്കെ മണ്ണ് കൂട്ടാനുണ്ട്. കുറേ ദിവസമായി നമുക്കിങ്ങോട്ട് ഇറങ്ങാൻ പറ്റാതായിട്ട് കളയും നല്ലോണം വളർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചെണ്ണത്തിൻ്റെയൊക്കെ ചുവടുകൾ നമുക്കൊന്ന് നോക്കാം. കുറേ എണ്ണം നമുക്ക് നഷ്ടപ്പെട്ടും പോയിട്ടുണ്ട്. ഇതിനകത്ത് വാരി നിറച്ചിരിക്കുന്ന കുറച്ച് മണ്ണുണ്ട്. അപ്പോൾ കളകൾ നല്ലോണം വളർന്നു. ഈ കളകളെല്ലാം പറിച്ചിട്ട് ഞാൻ ഒരു പാത്രത്തിനകത്ത് ഇട്ട് വെക്കുക ചെയ്യുന്നത്. നേരത്തെ നമ്മളിത് പറിച്ച് മണ്ണിനകത്ത് കൂട്ടുമായിരുന്നു. അതെല്ലാം നല്ല മണ്ണായിട്ടുണ്ട്. ആ മണ്ണ് തന്നെയാണ് ഈ പാത്രത്തിനകത്ത് നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇന്നും നമ്മൾ പറിക്കുന്ന കളകളെല്ലാം നമുക്ക് കൂട്ടി വയ്ക്കണം. നമുക്കിത് ഇതിനകത്തെ മണ്ണിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ആദ്യമേ. നല്ല ഇളക്കമുള്ള മണ്ണ് തന്നെയാണ്. എന്നാലും നമ്മളിതൊന്ന് കൊത്തി കിളച്ചിട്ടാണ് ഇന്നത്തെ വിത്ത് ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത്. അപ്പം ഞാൻ ഓർക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ശരിയായ സമയമൊന്നും അല്ല എന്ന് പറഞ്ഞാലും ഞാനിതൊന്ന് ചെയ്ത് നോക്കാൻ പോവുക. അപ്പം ഇതേപോലെ കണ്ടോ, തൂമ്പ അങ്ങോട്ട് വെച്ചാൽ തൂമ്പ തന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നല്ലോ. ഒട്ടും നമുക്ക് ബലം കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഇത് കൈ കൊണ്ട് ഈ മണ്ണിനെ ഒന്ന് നിരത്തുവാണേ. അപ്പോൾ അങ്ങനെ നിരത്തുമ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്ന പുല്ലും ഒക്കെ പൊങ്ങി വരും. അപ്പോൾ അതിനെല്ലാം കൂടെ നമുക്കങ്ങ് വാരി മാറ്റുകയും ചെയ്യാം. ഇത് ബീട്രൂട്ടിൻ്റെ വിത്തുകളാണേ. ബീട്രൂട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ശീതകാല പച്ചക്കറിയാണ്. അപ്പോൾ ഞാൻ ഈ മണ്ണിൻ്റെ ഇളക്കം കണ്ടിട്ടാണ് എന്നാൽ ഇവിടോട്ടൊന്ന് ബീട്രൂട്ട് ചെയ്ത് നോക്കാം. ബീട്രൂട്ട് ഒട്ടും ഉറച്ച മണ്ണിൽ നല്ലോണം ഉണ്ടാകത്തില്ല കേട്ടോ. നമ്മുടെ ഈ നാട്ടിലെ മണ്ണെന്നൊക്കെ പറഞ്ഞാൽ മണ്ണും കാലാവസ്ഥയും ഒന്നും അവർക്ക് അനുയോജ്യമല്ല. പിന്നെ നമ്മളതിന് അനുയോജ്യമായ ചില സാഹചര്യങ്ങൾ വരുമല്ലോ, അപ്പോൾ മാത്രമാണ് നമ്മളിവരെ നടുന്നത്. ഇത്രയും മാത്രം വിത്ത് ഇതിനകത്തുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെയൊന്ന് മണ്ണ് മാറ്റി കൊടുത്തിട്ട് ഇച്ചിരി കൂടി ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. ഈ ബീട്രൂട്ടിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുണ്ട അല്ല ഉണ്ടാകുവാണെങ്കിൽ ഉണ്ടാകുന്നത്. അപ്പം ഇതുപോലൊന്ന് മണ്ണ് മാറ്റിയിട്ട് നമ്മൾ ഓരോന്നോരോന്ന് ഇടുവാണേ. ഏതൊക്കെ കിളുക്കും എന്ന് പോലും നമുക്കറിയത്തില്ല. പക്ഷേ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ചെറിയ അകലമൊക്കെ ഇട്ടിട്ട് വേണം. പിന്നെ അടുത്തടുത്ത് ഉണ്ടാകുവാണെങ്കിൽ നമുക്കതിനെ ഒന്നുകിൽ വേറെ ഇളകാതെ ആണെങ്കിൽ പറിച്ച് അവിടോട്ടും ഇവിടോട്ടും ഒക്കെ മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ ഇതേപോലെ ഇട്ടു, കണ്ടോ, ഇങ്ങനെ ഇട്ടു. പതുക്കെ ഇച്ചിരി മണ്ണ് മൂടിക്കൊടുക്കുവാണേ. ഇത് നല്ല ഇളക്കമുള്ള മണ്ണാണ്. ഇനി ഇത് കുറച്ച് ക്യാരറ്റിൻ്റെ വിത്താണേ. അപ്പോൾ അതും കൂടെ നമുക്കങ്ങ് പാകി വെച്ചേക്കാം. വിത്ത് ഇങ്ങനെ കിട്ടിയിട്ട് ഇത് പഴകിപ്പോയി കഴിഞ്ഞാലും കിളുക്കത്തില്ല. അപ്പോൾ നമ്മൾ ഈ മഞ്ഞുകാലം വന്നിട്ട്
നടാനായിട്ടിരുന്നാൽ ചിലപ്പോൾ അന്നേരം വിത്ത് കിളുക്കത്തില്ലാത്തതാണെങ്കിൽ എന്നാ ചെയ്യും. അപ്പം ഞാൻ ഇത് ചെറിയ വിത്തുകളാട്ടോ, പേപ്പറിൻ്റെ ഇടയ്ക്കൊക്കെ കയറിയിരുന്ന ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതേ കുറച്ച് വിത്തുകളേ ഉള്ളൂ, ഒരു നുള്ള് വിത്താണുള്ളത്. പിന്നെ ഈ ക്യാരറ്റിൻ്റെ വിത്തെന്ന് പറഞ്ഞാൽ വളരെ നേർത്തതാണ്. അപ്പോൾ അതിനെ ഞാൻ ഇതുപോലെ തന്നെ ഇച്ചിരി മണ്ണ് മാറ്റിയിട്ട്, ഒട്ടും കല്ലൊന്നും കിടക്കാത്ത മണ്ണാണ് ഇതിന് നല്ലത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഇച്ചിരി മണ്ണ് മാറ്റിയിട്ട് നമുക്ക് ഈ ക്യാരറ്റിൻ്റെ വിത്തിനെ ഇതിലോട്ട് തൂകി കൊടുക്കാം. അപ്പം അതിനെ ഇങ്ങനെ നമുക്ക് ഓരോന്നെടുത്തൊന്നും പാകാനൊന്നും പറ്റത്തില്ല, ഇങ്ങനെ തൂകി കൊടുക്കാനേ പറ്റത്തുള്ളൂ കണ്ടോ. അപ്പോൾ ഇത്രയും എണ്ണമാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. ഒരു ശകലം മണ്ണ്, ഒട്ടും മണ്ണ്, തീരെ കനം കുറഞ്ഞ വിത്താണ് ക്യാരറ്റിൻ്റെ കേട്ടോ. ഇത് എന്നാത്തിൻ്റെ തൈകളാണെന്ന് മനസ്സിലാകുന്നവരുണ്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാനൊരു ശകലം വളം അവർക്ക് ഇതുപോലെ കുറച്ചെടുത്തിട്ടാണേ തൂളിക്കൊടുക്കുക ചെയ്യുന്നത്, വളരെ കുറച്ച് മാത്രം. ഈ വളം എന്ന് പറഞ്ഞാൽ ഏത് വളമാണെങ്കിലും ചെടിയുടെ ഇലകളിലോട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ ചൂടും കൂടെ അടിക്കുമ്പം ഇലകൾ വാടിപ്പോവും. അതുകൊണ്ട് ഇലകളിലോട്ട് അങ്ങനെ ഇടരുത്. ഇനി അഥവാ ഇലകളെ വീണിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ ഒന്ന് തട്ടി താഴേക്ക് വീഴ്ചോണം. ഇത് നമ്മുടെ മുളക് തൈ നട്ടിരുന്നതാണേ. എല്ലാം തന്നെ പൂവിട്ട് കായകളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പലരും കമൻറ്റ് ചെയ്യാറുണ്ട്, പച്ചമുളകിൻ്റെ തൈകൾ പൂവിട്ടിട്ട് പല പൂക്കളും പൊഴിഞ്ഞു പോകുന്നു. ആദ്യം ഉണ്ടാകുന്ന പച്ചമുളകിൻ്റെ പൂക്കളൊക്കെ തന്നെ മിക്കവാറും എണ്ണം പൊഴിഞ്ഞു പോകാറുണ്ട്. അത് നമ്മളൊന്നും പ്രയാസപ്പെടേണ്ട. തൈകൾ കുറച്ച് വളർന്നതിന് ശേഷം കായ്കൾ ഉണ്ടാകുന്നതാണ് നല്ലത്. അവർ ഒന്നുകിൽ അതിനകത്ത് പോളിനേഷൻ നടക്കാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആരോഗ്യക്കുറവ് കൊണ്ടായിരിക്കും. അങ്ങനെയൊക്കെ പൊഴിഞ്ഞു പോയാലും പിന്നീട് വരുന്ന പൂക്കൾ കായ്കളായി മാറും. അപ്പം നമ്മളിത് അന്ന് നട്ട് വെച്ചിട്ട് പോയതിന് ശേഷം മഴ കാരണം ഇങ്ങോട്ട് ഇറങ്ങാഞ്ഞതാണ്. ഇതിന് നടുക്കെല്ലാം നല്ലവണ്ണം കള ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കളകളൊക്കെ ചുവട്ടിൽ നിന്ന് പറിച്ചു മാറ്റിയതിന് ശേഷം കാണിക്കാവേ. ഇതിന് ഇച്ചിരി വളം ചെയ്യണം. അപ്പോൾ ഇത് നമ്മുടെ പച്ചക്കറി വളമാണേ. അപ്പോൾ ഇത് വളരെ കുറച്ചാണ് ഞാൻ നടുഭാഗത്തേക്കാണ് ഇടുന്നത്. ചെടിയുടെ ചോട്ടിലെ വേരയിലും മുട്ടരുത്, ചെടിയുടെ തണ്ടയിലും മുട്ടരുത്. അങ്ങനെ മാത്രമേ നമ്മൾ ഇതിനൊക്കെ വളം ചെയ്യാവുള്ളൂ കേട്ടോ. ഇതും നമ്മുടെ അന്ന് വെച്ചിരിക്കുന്ന ഒരു ഇത് കാന്താരിയാണെന്ന് തോന്നുന്നു, അതിൻ്റെ ഇലയൊക്കെ കണ്ടിട്ട് നമുക്ക് നോക്കാം ഇതെന്നാന്ന്. അപ്പോൾ ഇത്രയും വളം മാത്രം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ണടിച്ച് കൂട്ടണം. അപ്പോൾ മണ്ണ് കൂട്ടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മുടെ ചെടിയുടെ ഇലകളൊന്നും ഒടിഞ്ഞു പോകാതെയൊക്കെ വേണം ചെയ്യാൻ. അപ്പം ഞാനൊരു ശകലം മണ്ണ് ഇങ്ങോട്ട് കൂട്ടുക. ചെടിയുടെ കമ്പൊട്ടും പോകരുത്, കാരണം കായ്ച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണേ. ടെറസയിലാണെങ്കിൽ നമ്മൾ ഈ പാത്രത്തിനകത്ത് വെക്കുന്നതുകൊണ്ട് ഇങ്ങനെ മണ്ണ് കൂട്ടേണ്ട ഒരു ആവശ്യം വരുന്നില്ല, നമ്മൾ എടുത്തിടുക. ശരിക്കും പലതിനും അതിന് അതിൻ്റേതായ ഗുണമുണ്ട്, ഇതിന് ഇതിൻ്റേതായ ഗുണമുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത വളം മൂടത്തക്ക രീതിയിൽ നമ്മളിങ്ങോട്ട് മണ്ണ് വെട്ടിക്കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്കിത് ഇതിനും ഒന്ന് മണ്ണ് കൂട്ടി കൊടുക്കാവേ. ഇതൊക്കെ നല്ല ഇളക്കമുള്ള മണ്ണ്. ഇത് ഇളക്കമുള്ള മണ്ണ് എന്നാന്നറിയോ, ഈ പറമ്പിലെ തന്നെ മണ്ണല്ല. നമ്മളിവിടെയൊക്കെ ചപ്പും കാടും ഒക്കെ പറിച്ചു കൂട്ടുമ്പം അവർ ഉണങ്ങി പൊടിഞ്ഞിട്ടുണ്ടാകുന്ന മണ്ണാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര ഇളക്കം കിട്ടുന്നത് കേട്ടോ. ഇതേ ഈ വെണ്ട, ഇത് നമ്മൾ ആദ്യമേ നട്ട കൂട്ടത്തിലുള്ളതാണ്. ഞാഞ്ഞൂല് പോലെ ഇരുന്ന ഒരു വെണ്ടയുടെ തൈകളാണ്. ഇപ്പോൾ അവർ വലിയ കുഴപ്പമില്ലാതെ വളർന്നു തുടങ്ങുന്നുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ ചുവട്ടിലെ കളകളെല്ലാം ഒന്ന് പറിച്ചു മാറ്റാം. ഇവിടെ തൊട്ട് 1, 2, 3, 4, 5 വെണ്ടയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത സൂര്യപ്രകാശം കിട്ടും. അതുകൊണ്ടാണ് ഇവർ നല്ലതായിട്ട് വളരുന്നത്. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് വളം ഇതിൻ്റെ ചുവടെ മുട്ടാതെ ഈ തടത്തിലോട്ട് ഇടുക. ഇത് നമ്മൾ ഇച്ചിരി മണ്ണെടുത്ത് പൊക്കിയിട്ട് ഇവിടെ നട്ടതേ. അതൊക്കെ ഞാൻ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ചാണല്ലോ ഇതിവിടെ നട്ടത് തന്നെ. അപ്പോൾ അതൊക്കെ എൻ്റെ ആളുകൾക്ക് അറിയാം. ഇനി കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിക്കോണം. അപ്പോൾ നമ്മൾ വളം ഇട്ടു. ഇത്രയും വളമേ ഞാൻ ഇവിടെ ഇടുന്നുള്ളേ. ഇനി നമുക്കിതിൻ്റെ ചുവട്ടിലേക്ക് ഇച്ചിരി മണ്ണ് വെട്ടിക്കോരണം. ഏത് വളമിട്ടാലും അതിൻ്റെ ചുവട്ടിലോട്ട് മണ്ണ് വെട്ടിക്കോരിയാൽ മാത്രമേ ആ ഇട്ട വളത്തിൻ്റെ ഗുണം ആ നമ്മൾ കൊടുത്ത ചെടികൾക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പം ഞാൻ ഇവിടുന്ന് കണ്ടോ, ഇവിടെ ഒരു ചാല് പോലെ തന്നെ വന്നിട്ടുണ്ട്. അത് ഈ മഴക്കാലത്ത് ഇങ്ങനെ നമ്മൾ എടുക്കുവാണുണ്ടല്ലോ, ഈ വെള്ളം വരുന്നത് ഈ ചാലിനകത്ത് കെട്ടിക്കിടക്കുകയും ചെയ്തോളൂ. ഈ വളത്തിൻ്റെ മേളിലോട്ട് മണ്ണ് വീഴുന്ന കണ്ടോ, അങ്ങനെയാണ് വേണ്ടത്. അതിപ്പോൾ കള കിടന്നാലും ഇല്ലേലും കള വളരും. അതുപോലെ ഇവിടെ നമുക്ക് ശകലം മണ്ണ് വെട്ടിക്കൂട്ടി കൊടുത്തേക്കാം. നമ്മൾ അവൻ ആടി വരുന്ന വരവുണ്ട്. ഒരു കൊട്ട് ഉണ്ടെങ്കിൽ ഇത്രയും വളർന്ന ചെടി നമുക്ക് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകും. കൊച്ചു പിള്ളേരുടെ പണി തന്നെ ഇവർക്കും വെട്ടുന്നതിൻ്റെ മുമ്പിലോട്ട് കയറി വരും. ഇത് നമ്മൾ ആദ്യത്തേതിൽ നട്ടിരിക്കുന്ന കുറച്ച് വഴുതനയാണേ. ദൈവനല്ല കേട്ടോ, കണ്ടോ എന്നെ ആരോഗ്യത്തിലാണ് വന്നിരിക്കുന്ന കണ്ടോ. വളവിട്ട് വളർത്തിയ വഴുതനയ്ക്ക് ഇത്ര ആരോഗ്യമില്ല. ഇത് ഈ ആനച്ചൂടൻ ചൊറിയണോ, ഈ അങ്ങോട്ട് മുട്ടുവാണെങ്കിൽ തീർന്നു. അപ്പം ഞാൻ ഇതിൻ്റെ കളകൾ മാത്രമേ കളയുന്നുള്ളൂ കേട്ടോ.
അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ചെറിയ. ഞാൻ ഈ കള പറിച്ചതിന് ശേഷം കാണിക്കാം നമ്മൾ നട്ടു വെച്ചിരുന്ന വഴുതന ഏതൊക്കെയാണെന്നേ. അപ്പോൾ നമ്മൾ നട്ട വഴുതന ഒന്നുപോലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല കേട്ടോ. 1 2 3 4 5 ചുവട് ഇവിടെ നിൽപ്പുണ്ടേ. ഇനി ഞാനിതിന് നിങ്ങൾക്ക് വളമിട്ട് കാണിക്കുന്നില്ല. ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇച്ചിരി ഇളക്കിയിട്ട് ഇവിടോട്ട് ഞാൻ വളമിടുവേ. എന്നിട്ട് ഞാൻ മണ്ണ് വെട്ടി കോരുവാണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങിയപ്പോഴേ ചെയ്തത് ടെറസിൽ നിന്ന് നമ്മൾ വിളവെടുക്കുമായിരുന്നേ. ടെറസിലെ കൃഷി നിർത്തിയോ എന്നൊക്കെ ചില ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ പറമ്പിലെ കൃഷി കാണിച്ചപ്പം ടെറസിലെ കൃഷി നിർത്തിയിട്ടില്ല. കാരണം ടെറസിൽ നല്ല വെയിൽ കിട്ടുന്നത് കൊണ്ട് അവിടെയാണ് പച്ചക്കറികൾക്ക് വിളവ് കൂടുതൽ കിട്ടുന്നത്, വളർത്താൻ നമുക്ക് സൗകര്യവും ഉള്ളത്. അപ്പം നമ്മൾ ടെറസിൽ നിന്ന് വിളവെടുത്തു. അതുപോലെ ബാക്കി നമ്മൾ നമ്മുടെ പറമ്പിൽ നട്ടതൊക്കെ കുറച്ചൊക്കെ മാത്രം നോക്കാനുള്ള സമയം നമുക്ക് കിട്ടിയുള്ളൂ. നിങ്ങളെയും ബോറടിപ്പിക്കാതിരിക്കണമല്ലോ. ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളുടെ ഓരോരുത്തരുടെയും തോട്ടത്തിൽ എന്തൊക്കെയുണ്ട് ഇപ്പോൾ വിളവെടുക്കാൻ? ഇഷ്ടം പോലെ വിളവെടുക്കാനായിട്ടുണ്ടോ? അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയാനായിട്ട് നല്ല താല്പര്യവും സന്തോഷമുണ്ട്. ഇന്നത്തെ പോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.